അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇബ്ലീസ് പല കോലത്തിലും വരും എന്നതിൻ്റെ ചില തെളിവുകളാണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കണമൊക്കെ. ഒരു മൗലവി ഇബ്ലീസ് മനുഷ്യനെ പഴപ്പിക്കുന്ന മാതിരി പഴപ്പിക്കാൻ വന്നൊരു മൗലവി, ഇബ്ലീസിൻ്റെ കോലത്തിൽ, ഇബ്ലീസ് മനുഷ്യക്കോലൊക്കെ കിട്ടുമല്ലോ, അങ്ങനെ വന്നൊരു മൗലവി പറയുന്ന കേട്ടില്ലേ, വെള്ളിയാഴ്ച പെരുന്നാൾ വന്നാൽ ജുമുഅ സംഘടിപ്പിക്കൽ നിർബന്ധമാണ്, ജുമുഅയിൽ പങ്കെടുക്കൽ നിർബന്ധമില്ല. ഈ വെള്ളിയാഴ്ച പെരുന്നാളാണ്, 25 മാസം 28 വെള്ളിയാഴ്ച ജുമുഅ വന്നാൽ ജുമുഅ സംഘടിപ്പിക്കൽ നിർബന്ധമാണ്, പങ്കെടുക്കൽ നിർബന്ധമില്ല. അപ്പോൾ പങ്കെടുക്കൽ നിർബന്ധമില്ല, പിന്നെ എവിടെ ഈ സംഘടിപ്പിക്കലാരാ? മൗലവി ഖത്തീബും മുക്രിയും മാത്രം മതിയോ? നിസ്മാവ് അർബഈന 40 പേരെ കേൾപ്പിക്കണം. ഈ സംഘടിപ്പിക്കൽ നിർബന്ധമാണ്, പങ്കെടുക്കൽ നിർബന്ധമില്ല. പെരുന്നാൾ നിസ്കാരം തന്നെ സുന്നത്തും മുഅക്കദ, ശക്തമായ സുന്നത്താണ്. നല്ല സന്തോഷത്തോടെ എല്ലാവരും കൂടി രാവിലെ തക്ബീർ ചൊല്ലി പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ച് ഒരു ഹാപ്പിനെസ്സാണത്, ഒരാഘോഷത്തിൻ്റെ നിസ്കാരം. അന്ന് വെള്ളിയാഴ്ച ആണെങ്കിൽ പിന്നെ നിർബന്ധമുള്ള നിസ്കാരം അതോ അത് സംഘടിപ്പിക്കൽ നിർബന്ധമാണ്, പങ്കെടുക്കൽ നിർബന്ധമില്ല. ഇബ്ലീസ് മനുഷ്യക്കോലത്തിൽ വരുമെന്ന് പറഞ്ഞതൊക്കെ ഇതാണ്. എവിടെയാണ് ഈ വഹാബിസം എത്തിപ്പെട്ടിരിക്കുന്നതെന്ന് ഓർത്താൽ, അതിന് മുമ്പേ മർക്കസുദ്ദഅ്വ എന്ന് പറഞ്ഞ വലിയൊരു മൂത്ത വഹാബി സംഘടന ഉണ്ട്. ആ മൂത്ത വഹാബി സംഘടന പറഞ്ഞത് സിറാത്ത് പാലൊന്നും ശരിയല്ല, സിറാത്ത് പാലില്ല, പിന്നെന്താ, പിന്നെ അജർലസ് എന്ന് പറഞ്ഞ വെറും കല്ല് മാത്രമാണ്. എന്തൊക്കെയാണ് പറയണത്, എന്തൊക്കെയാണ് കംപ്ലീറ്റ് എവിടേക്കാണ് എത്തിപ്പെടുക എന്നുള്ളത് ഒരു പിടുത്തം കിട്ടണില്ല. വല്ലാത്തൊരു ക്യാൻസർ തന്നെയാണിത്, മുസ്ലിം സമൂഹത്തിലെ ക്യാൻസർ. എവിടേക്കാണ് ഇവരൊക്കെ എത്തിപ്പെടുന്നത്? ഇതൊക്കെ മനസ്സിലാക്കാത്തൊരു വിഭാഗം ഉണ്ടല്ലോ. പ്രിയപ്പെട്ട മുസ്ലിം ലീഗുകാരോട് ഞാൻ പറയാണ്, ഇവരെ വല്ലാതെ നിങ്ങൾ നമ്പരുത്. 90% വരുന്ന സുന്നികളോട് ദയ കാണിക്കുക. ഇവരെ വല്ലാതെ നമ്പരുത്. കാരണം അവർ നിങ്ങളെ ഉള്ളിൽ കയറിക്കൂടിക്കണത് ഈ വഹാബിസം വളർത്താനാണ്. അത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയണം. മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി സമുദായത്തിന് വേണ്ടിയുടെ ആവശ്യമാണ്. പക്ഷെ ഇവരെ വല്ലാതെ നമ്പരുത്, കൂടിക്കോട്ടെ, പക്ഷെ ഇവരെ വലിയ സ്ഥാനത്തെത്തിച്ച് അവരെ കൂടെ വല്ലാതെ അടുത്ത് കൂടണ്ട. അത് കേടാണ്, അത് വലിയ കേടായി വരും. അവർ നിങ്ങളിൽ കടന്നുകൂടിയത് അവരിലൂടെ മുസ്ലിം ലീഗിലൂടെ വഹാബിസം പ്രചരിപ്പിക്കാനാണ്. അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയും അത് തന്നെ. ജമാഅത്തെ ഇസ്ലാമിയും ഒരു RSSഉം രണ്ട് ഭാഗമാണ്. ഒന്ന്, ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ RSS ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. രണ്ട് വർഗീയവാദികളായിട്ട് പോയി. വഹാബിസം എന്ന ഈ ഒരു വലിയ മുസീബത്ത് എന്തൊക്കെയാണ്, എവിടേക്ക് എത്ര ഹദീസുകളാണ് നിഷേധിക്കുന്നത് റബ്ബേ. മുത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് അവർക്ക് കൊള്ളാത്തൊക്കെ നിഷേധിക്കാം. എന്നിട്ടിപ്പോൾ 8 ഗ്രൂപ്പായിട്ട് അവരമ്മിൽ തന്നെ പരസ്പരം നരകത്തിലാണ്. വിസ്ഡം ജിന്ന് ഗ്രൂപ്പ് പറയുന്നത് KNM കംപ്ലീറ്റ് നരകത്തിലാണ്. മറ്റേ ഒരു മുജാഹിദ് ബാലുശ്ശേരി ഒരു ചെങ്ങായിണ്ട്, അയാൾ പറഞ്ഞത് ഒക്കെ നരകത്തിലേക്കാണ് വഹാബിസ ഇവർ പോണത്. വിസ്ഡം ഗ്രൂപ്പും ജിന്ന് ഗ്രൂപ്പും എല്ലാ ഗ്രൂപ്പും നരകത്തിലേക്കാണ്, കുഫ്രിയത്തും ഷിർക്കും പ്രചരിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ആരാണ് ഇപ്പോൾ ഇവിടെ നല്ലൊരു? വല്ലാത്തൊരവസ്ഥയാണ് ഇത്. നില ഈ പരിശുദ്ധ ദീനിൽ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത പലതും പ്രചരിപ്പിക്കുന്നത് കൊണ്ടാണ് മുത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആഖിറുസ്സമാനി ദജ്ജാലൂന കസ്സാബൂൻ. പച്ചക്കള്ളം പറയുന്നവർ, കബളിപ്പിക്കുന്നവർ അവസാന കാലത്ത് വരും, സൂക്ഷിക്കണം. നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത പലതും പുതിയ വാദങ്ങളുമായി അവർ കടന്നു വരുമ്പോൾ സൂക്ഷിക്കണം. അവരെ നിങ്ങൾ പ്രത്യേകം സൂക്ഷിക്കണം. അവർ നിങ്ങളിലേക്ക് വരുന്നു സൂക്ഷിക്കണം. കാരണം അത് വലിയ അപകടത്തിലെത്തും. സമുദായത്തിൽ ഫിത്ന ഉണ്ടാക്കുകയാണ്.
സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കുകയാണ്. അതുകൊണ്ട് സൂക്ഷിക്കണേ എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുകയാണ്. അള്ളാഹിൻ്റെ റസൂൽ ഇവരെക്കുറിച്ച് മുന്നറിയിപ്പ് തന്നിക്കുകയാണ്. ഇതെല്ലാം മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ എന്ന് ദുആ ചെയ്യാണ്. നിസ്സാരമല്ല അതൊന്നും. കഴിഞ്ഞുപോയ മഹത്തുക്കളായ ആലിമീങ്ങളും സാദാത്യങ്ങളൊക്കെ ഇവരെ ഇത്രയേറെ വെറുത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കും ആദ്യം സംശയം ഉണ്ടായിരുന്നു. ഇപ്പം ഏതാണ്ടൊക്കെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പറയുന്നതൊക്കെ അള്ളാഹ്ക്ക് മാത്രം ആരാധിക്കുന്നു, മറ്റൊന്നുമില്ല, അള്ളാഹുവിന് മാത്രം ആരാധിക്കുന്നു എന്നാണ്. ആ പറയുന്നത് തന്നെ കാപഢ്യത്തിൻ്റെ വലിയ ലക്ഷണമാണത്. എല്ലാവരും അള്ളാഹുവിനെ തന്നെ ആരാധിക്കണത്. ലോകത്തുള്ള മുസ്ലിങ്ങളൊക്കെ റബ്ബിനെ ആരാധിക്കുന്നുള്ളൂ. മഹാന്മാരെ ബഹുമാനിക്കുകയാണ്, ആദരിക്കുകയാണ്. അവരോടുള്ള ബഹുമാനം അർപ്പിക്കണം. അത് ദീനിൻ്റെ ഭാഗമാണ്. തഅലീമുമാ അള്ളമല്ലാ തഹ്കീറുമാ ഹഖറല്ലാ. അള്ള ബഹുമാനിച്ചതിനൊക്കെ ബഹുമാനിക്കണം, അള്ള ആദരിച്ചതിനൊക്കെ ആദരിക്കണം, അള്ള നിസ്സാരപ്പെടുത്തിയതിനെ നിസ്സാരപ്പെടുത്തും വേണം. അതാണ് ഇവിടെ നടക്കുന്നത്. അല്ലാതെ ഇവർ മാത്രം അള്ളാഹിനെ ആരാധിക്കുന്നവർ, മറ്റുള്ളവരൊക്കെ ശിർക്ക്. അപ്പോൾ വഹാബിസം തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശിർക്കാന്ന് പറയാം, മുശ്രിക്കാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. സത്യത്തിൽ ഇവരുടെ ഉള്ളിൽ തന്നെ അറിയാം ഇവർ ചെയ്യുന്ന കാപട്യാണെന്ന് അവർക്ക് തന്നെ അറിയാം. കാരണം എവിടെയെങ്കിലും പ്രസംഗിക്കാൻ പോയാൽ നിസ്കരിക്കാൻ പള്ളി കയറും, സുന്നി പള്ളി കയറിയിട്ട് ഈ സുന്നി മൊയ്ലാരെ പിന്നിൽ നിന്നിട്ട് നിസ്കരിക്കുകയും ചെയ്യും. സ്റ്റേജുമ്പോൾ പറയും മുശ്രിക്കാണെന്ന്. അത് വന്നുകൊണ്ട് പിന്നെ സുന്നിയാളെ പള്ളി പിന്നിൽ നിസ്കരിക്കുകയും ചെയ്യും. അങ്ങനെ മറിച്ചൊരു സുന്നി ഒരിക്കലും വഹാബികളെ പിന്നിൽ പോയി നിസ്കരിക്കൂല. കാരണം അവർ പറഞ്ഞ യാഥാർത്ഥ്യമാണ്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ എന്ന് ദ്വാരക്കുക.